ദൈവത്തിൻ്റെ ധന്യത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തിന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ ആത്മീയ ലോകത്തിലെ നാം അറിയാതെ പോകുന്ന ചില തട്ടിപ്പുകൾ നമ്മളെല്ലാം സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, നമ്മൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വിഷയത്തിലും നമ്മൾ എന്തായിത്തീരണം? ദൈവവചനത്തിൽ ജ്ഞാനികളായി നാം തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. ഇന്നത്തെ ആത്മീയ തട്ടിപ്പ് സത്യമോ വഞ്ചന ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആത്മീയ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആത്മീയ ശക്തി, ആത്മീയമായിട്ട് നിൽക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആത്മീയപരമായ വിഷയങ്ങൾ, ഇത് സത്യമാണോ അതോ വഞ്ചനയാണോ എന്ന് പോലും പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒത്തിരി പേർ വഞ്ചനകളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ഒരു പക്ഷേ ഈ സന്ദേശം ചിലരുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നു. വരുമെന്നല്ല, വരുന്നു, ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മീയ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ആടുകളുടെ വേഷം ധരിച്ച്, ആത്മീയന്റെ വേഷം ധരിച്ച്, കൃപയുടെ വേഷം ധരിച്ച്, വർഷിപ്പിന്റെ വേഷം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ അടുക്കൽ വരും, നിശ്ചയമാണ്. നമ്മൾ ഓരോ ശുശ്രൂഷകളെയും ശരിക്കും നന്നായി വിലയിരുത്തി നമ്മൾ പഠിച്ച് ദൈവവചനത്തിനകത്തുണ്ടോ, ഇത് അപ്പോസ്തലന്മാർ ചെയ്തോ, യേശു പറഞ്ഞോ, ലേഖന ഭാഗത്ത് എവിടെയെങ്കിലും അപ്പോസ്തലന്മാർ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയും നമ്മൾ ഹിതപരിശോധന ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഒരു വഞ്ചനയിൽ നിന്നും നമുക്ക് രക്ഷ നേടി വരുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആടുകളുടെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നു. വരുമെന്നല്ല, വരുന്നു, ഉറപ്പാ. ഇനി നോക്കാം, ആത്മീയ തട്ടിപ്പ് എന്ന് പറയുന്നത് എന്താണ് ആത്മീയ തട്ടിപ്പ്? നമ്മൾ ചുമ്മാ ആത്മീയ തട്ടിപ്പ് എന്നല്ല, അതിൻ്റെ ഒരു ചെറിയ വിവരണം ഞാൻ തരാം. ദൈവത്തിൻ്റെ പേരിലും വചനത്തിൻ്റെ പേരിലും ഭാഷാപരത്തിൻ്റെ പേരിലും കൃപാപരത്തിൻ്റെ പേരിലും ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുക, തെറ്റിപ്പിച്ച് കളയുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മീയ വഞ്ചന. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു വ്യക്തിയെ, ഒരു ദൈവദാസനെയോ ഒരു സഭയെയോ ഒരു വിശ്വാസ കുടുംബത്തെയോ ആരെങ്കിലും യേശുവിൻ്റെ പേര് പറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ്, ദൈവവചനത്തിൻ്റെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ അഭിഷേകത്തിൻ്റെ പേര് പറഞ്ഞ്, കൃപാപരത്തിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ദൈവത്തിൽ നിന്നും അവനെ തെറ്റിക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മീയ വഞ്ചന. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് അങ്ങ് പോകരുത്, വെയിറ്റ് ചെയ്യുക. നമുക്ക് ദൈവവചനത്തിൽ കൂടെ മാത്രമേ ഈ തെറ്റുകൾ തിരുത്തി പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ സാവധാനം ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. നോക്കുക, എല്ലാ ആത്മീയ അനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. മനസ്സിലാക്കണം. നമ്മൾ ഈ കാണുന്നതെല്ലാം ദൈവത്തിൽ നിന്നൊന്നും നിങ്ങൾ ആരും ചിന്തിക്കരുത്. എല്ലാ അന്യഭാഷകളും
ദൈവത്തിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാ സന്ദേശങ്ങളും എല്ലാ കൃപാവരങ്ങളും ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ള അന്ധമായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടായത്. കാരണം നമ്മുടെ യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പ്രിയമുള്ളവരെ, ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ ഏതാത്മാവിനെയും വിശ്വസിക്കരുത്. അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ കൂടെ അതിനപ്പുറം വേറെ ആത്മാവുണ്ടോന്നാണോ? അല്ല, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. പക്ഷേ ഈ ലോകത്ത് വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റ്, പൈശാചിക വ്യാപാരം, പൈശാചിക ആത്മാവുണ്ട്, വെളിച്ച ദൂതന്റെ ആത്മാവുണ്ട്. ഇതെന്ത് ചെയ്യും? ഇത് വ്യക്തികളിൽ കയറി ഇതുപോലെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യണം? ആത്മാവിനെ വിവേചിക്കുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ ഈ ആത്മീയ തട്ടിപ്പിൽ നിന്നും അല്ലെങ്കിൽ വഞ്ചനയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. പല ദൈവമക്കളും ഇതിൽ കുരുങ്ങി കിടക്കുകയാണ്, കയറി വരാൻ കഴിയാതെ കിടക്കുകയാണ്. അവരോട് പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ കിടക്കുമ്പോൾ, എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ആരും കുരുങ്ങിപ്പോകരുത്. ഏതാത്മാവിനെയും വിശ്വസിക്കരുത്, വിവേചിക്കണം. വചനത്തിലും ദൈവത്തോട് ചോദിക്കും, കർത്താവ് ഇത് യഥാർത്ഥമായ ആത്മാവാണോ എന്ന് നാം ദിനം തോറും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഹിതപരിശോധന നടത്തി ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നമ്മൾ വഞ്ചനയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇത് നോക്കണം, ഇന്നത്തെ ആത്മീയ ലോകത്തിലെ വഞ്ചനയുടെ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ പ്രധാന രൂപങ്ങളുണ്ട്. പല രൂപത്തിലാണ് ഇത് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് വചനമില്ലാത്ത വെളിപ്പാട്. വചനം ഇല്ലാത്ത വെളിപ്പാട് ഭയങ്കര വെളിപ്പാടാണ്. തെറ്റിപ്പിക്കുന്നതിന് വിവിധ രൂപങ്ങളുണ്ട്. ആ ഒരു രൂപമാണ് വചനമില്ലാത്ത വെളിപ്പാട്. വചനത്തിനകത്തൊന്നുമില്ല, ഭയങ്കര വെളിപ്പാടായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് കാണിച്ചു തന്നു, ദൈവം എന്നോട് ഇടപെട്ടു, ദൈവാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതും ഈ പറയുന്ന വിഷയങ്ങളും വചനവുമായി യാതൊരു ബന്ധവുമില്ലാതായിരിക്കും. അപ്പോൾ എന്നോട് ഒരാൾ ബ്രദറെ അല്ലെങ്കിൽ ഉപദേശി, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. അപ്പോൾ നമ്മൾ ശരിയാ ഉടൻ അത് ചിന്തിക്കുകയല്ല. ആ പറയുന്ന ആ ദൂത് അല്ലെങ്കിൽ പറയുന്ന സന്ദേശം ദൈവവചനത്തിനകത്തുള്ളതാണോ, എന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ, എൻ്റെ പാപത്തെ വെളിപ്പെടുത്തുന്നതാണോ? മനസ്സിലായോ? നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചനയിൽ കുടുങ്ങിപ്പോകും. നിങ്ങളുടെ ആത്മീയ തട്ടിപ്പിന്റെ പ്രധാന രൂപങ്ങളുണ്ട്. പല രൂപത്തിലാണ് ഇത് വരുന്നത്. അതാണ് നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്. എങ്ങനെ ആടുകളുടെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ ഈ ആത്മീയ തട്ടിപ്പ് വിവിധ രൂപത്തിൽ അല്ലെങ്കിൽ പല വേഷത്തിലാണ് വരുന്നത്. ഒന്നാമതെന്ന് വെച്ചാൽ വചനമില്ലാത്ത വെളിപ്പാട്. വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കണ്ണടച്ചാൽ അത് കാണുന്നത് അങ്ങ് പറയും. അതിനെ നമ്മൾ തിരിച്ചറിയണം. ഒന്ന് കണ്ണടച്ചാൽ മതി, ഇതാ ഇരുട്ട് വരുന്നു, അല്ലെങ്കിൽ വെളിച്ചം ഞാൻ കാണുന്നുണ്ട്, ഒരു പ്രാവ് പറന്നു പോകുന്നുണ്ട്. ഇവിടെ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്ത് പറയാൻ, ആത്മീയ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ്. നമ്മളതിനെ ശരിക്കും സെൻസ് ചെയ്തിട്ട് വേണം അത് നമ്മൾ ഏറ്റെടുക്കാൻ. ഇല്ല എങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മളതിൽ ആത്മീയമായി നമ്മൾ കുരുങ്ങിപ്പോകും. നമ്മൾ ഏത് കാര്യത്തിനും കണ്ണടച്ച ഉടൻ അത് അങ്ങനെയല്ല, അതല്ല വെളിപ്പാട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. കണ്ണടച്ചാൽ ഇരുട്ട് കാണും. നമ്മൾ കണ്ണടച്ചാലും ഇരുട്ട് കാണാറുണ്ടില്ലേ? ഇല്ലേ? ഈ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു വെട്ടമുണ്ടെങ്കിൽ ചുവപ്പായിട്ട് കാണുന്നു. ഇതല്ല വെളിപ്പാട്. ദൈവസഭകൾ, ദൈവദാസന്മാർ, വിശ്വാസ മക്കൾ തിരിച്ചറിയണം, ഇതല്ല വെളിപ്പാട്. നോക്കുക, അങ്ങനെ ഈ രൂപത്തിൽ ചിലപ്പോൾ നമ്മുടെ അടുക്കൽ വരും. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ശരിക്കും ഇത് ദൈവത്തിന്റെ വചനത്തിനകത്തുള്ളതായിരുന്നോ എന്ന് വെച്ചൊരു ദൂത് പറയുമ്പോൾ അതിനകത്തൊരു വചനവും കൂടെ വന്നിരിക്കും. ക്രമീകരണം പ്രാപിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ, മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരേണ്ടത്, പാപങ്ങളെ ഏറ്റുപറയേണ്ടടുത്ത് അതിൽ കൂടെയായിരിക്കും ദൈവം ഒരു നന്മയെക്കുറിച്ച് പറയുക, ഒരുപക്ഷെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ശരിക്കും തിരിച്ചറിയണം. 2,
അത്ഭുതത്തെ സത്യത്തിന്റെ തെളിവാക്കുക. ഒരു അത്ഭുതം ചെയ്തു, ഞാനൊരു അത്ഭുതം ചെയ്തു, ഒരു കാല് മുടന്തനെ ഞാൻ സൗഖ്യമാക്കി. അതിനെ എന്ത് ചെയ്യരുത്? സത്യത്തിന്റെ തെളിവാക്കി തീർക്കരുത് കേട്ടോ. അത്ഭുത രോഗശാന്തി ഭയങ്കരമായിട്ട് കാലക്കെന്ന് വരുന്നു, ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകുന്നു, മുഴകളെല്ലാം അപ്രത്യക്ഷപ്പെടുന്നു, അയ്യോ ഇത് ഭയങ്കര സംഭവമാണ് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് അത്ഭുതം സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രസംഗിക്കുന്ന വ്യക്തി എല്ലാം ശരിയാണെന്ന് പറയരുത്. മത്തായി സുവിശേഷം 24 നിങ്ങൾ വായിക്കണം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. ജീസസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പൗലൂസ് അപ്പച്ചൻ പറഞ്ഞതല്ല, പത്രോസ് അപ്പച്ചൻ പറഞ്ഞതല്ല, യോഹന്നാൻ അപ്പച്ചൻ പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു വാക്കാണ്. മത്തായി 24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതം സത്യമെന്നല്ല, പക്ഷെ വചനം സത്യത്തിന്റെ അളവുകോലാണ്. സ്തോത്രം. വചനത്തിൽ കൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിച്ചാൽ നമുക്ക് ഓക്കെ, അത് വചനത്തിൽ കൂടെ ഉള്ളതാകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ, അത്ഭുതങ്ങള് രോഗശാന്തികള് ഇത് തെറ്റെന്നല്ല. ഇന്നും അനേക ദൈവദാസന്മാർ ആ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ആയിരക്കണക്കിന് മക്കൾ ക്രിസ്തുവിങ്കിലേക്ക് ആ വിടുതൽ പ്രാപിച്ചു വരുന്നുണ്ട്. ഞാൻ ആ ഒരു അനുഭവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് നടക്കുന്ന പല അടയാളങ്ങളും അത്ഭുതങ്ങളും ശരിക്കും പറഞ്ഞാൽ ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാധനങ്ങളാണ്. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് ഒരു മാരകമായ രോഗം, ഞാനൊരു ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയാണ്. മാരകമായ രോഗം എനിക്ക് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ, വചനം കേട്ട് ഞാൻ അനുതപിച്ച് കരയുമ്പോൾ കർത്താവ് എനിക്ക് സൗഖ്യം തരും. ഞാൻ അന്ന് മുതൽ എൻ്റെ പാപം എല്ലാം മാറി ഞാൻ ആരുടെ കൂടെ നടക്കും? കർത്താവിൻ്റെ മകനായി തീരുവാനിടയാകും. ഓക്കെ. മറ്റത് അങ്ങനെയല്ല. സൗഖ്യം പ്രാപിക്കും, പോകും. പിന്നീട് ഒരു രോഗം വരും. ആരെ വന്ന് കാണും? ഡോക്ടറെ കാണാൻ വരുന്നത് പോലെ ദൈവദാസന്മാരെ കാണും, കാണിക്ക കൊടുക്കും, പിന്നെ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, ആ ഫോട്ടോ എടുക്കുക, ഈ ഫോട്ടോ എടുക്കുക, ആ ഒരു ലെവലിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ട് ദൈവവചനവുമായി ഒരു ദൈവദാസൻ എന്ന് പറയാൻ പറ്റത്തില്ല, വിശുദ്ധൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. മത്തായി 24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത്ഭുതം സത്യം എന്നല്ല, വചനം സത്യത്തിന്റെ അളവുകോലാണ്. ഓക്കെ. ഇനി അടുത്ത്, പണത്തെ ആത്മീയ അനുഗ്രഹമാക്കി മാറ്റുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വചനമില്ലാത്ത വെളിപ്പാട് തിരിച്ചറിയണം. കാരണം വചനമില്ലാത്ത വെളിപ്പാട് കണ്ണടച്ചാൽ മതി, കാര്യങ്ങളെല്ലാം കാണും. ഇതാ വരുന്നു, അതാ വരുന്നു, ഇതോ വരുന്നു, ഇന്ന ദിവസം ഇന്ന ആഴ്ച വരും. അത് സൂക്ഷിക്കണം. ദൈവദാസന്മാരെ, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മളുടെ ആത്മാവ് ഏതെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കണം. ചില ആന്റിമാരോട് ഞാൻ പറയുന്നു, ആന്റിമാരെ, നമുക്ക് അങ്ങനെ ഒരു ഞാൻ ഒരു വിമർശന ബുദ്ധിയോട് ആരും കാണരുത്. കാരണം നമ്മൾ പോകുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യതയിലെത്തണം. ഹല്ലേലൂയ. ആ നിത്യതയിലെത്തണം. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തോട് പോകുന്ന വഴി, ആ ട്രിവാൻഡ്രത്തോട് പോകുന്ന വഴിയിൽ ഞാൻ വേറൊരു റൂട്ടിലോട്ട് പോയി. എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകും, പക്ഷെ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അതുപോലെ ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ആത്മീയ യാത്രയിൽ ദൈവം ചിലപ്പോൾ കൃപകൾ തരും. പക്ഷെ ആ കൃപയിൽ നമുക്ക് വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ അല്ല, മറ്റത് കയറി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കുമ്പോൾ അത് കാണും, ഇത് കാണും, പക്ഷെ വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വരും. അങ്ങനെയാണെങ്കിൽ ആന്റിമാരെ, ദൈവദാസന്മാരെ, വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ദൈവസ്ഥനെ ഇരിക്കണം. കർത്താവേ, നിങ്ങൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്ഭുതം ചെയ്യട്ടെ, അടയാളങ്ങൾ നിങ്ങൾ ചെയ്യണം, രോഗശാന്തികൾ നടത്തണം, പ്രവചന ശുശ്രൂഷ നടത്തണം. ഇതൊന്നും തെറ്റല്ല, ഇന്ന് വേണം, അത് സഭകളിൽ അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ ശരിക്കും ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഇത് എക്സ്പീരിയൻസ് അല്ല,
ഇത് നമുക്ക് അപ്പോഴും നിൽക്കുമ്പോൾ ദൈവം കരുണ കാണിച്ച് തരുന്ന ഓരോ ശുശ്രൂഷകളാണ്. ഇതിനൊരു സ്പെഷ്യലിസ്റ്റ് ഇല്ല. സ്തോത്രം. ഈ കൃപാവരങ്ങൾ ഇന്ന് സ്പെഷ്യലിസ്റ്റ് ആണ്, അല്ലെ? അങ്ങനെ ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. സ്പെഷ്യലിസ്റ്റ് അല്ല. ഞാൻ ഇവിടെ വന്ന് ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ നാവെടുക്കുമ്പോൾ തരുന്ന ചില വചനങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ സ്വർഗം എൻ്റെ നാവിൽ ഒന്നും തരാതിരുന്നെങ്കിൽ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് മാത്രമേ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുകയുള്ളൂ. ആകയാൽ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അതുകൊണ്ട് നമ്മൾ ഓരോ ജീവിതത്തിലും പിശാചിന്റെ തന്ത്രങ്ങളെ, വഞ്ചനകളെ തിരിച്ചറിയണം. വചനമില്ലാത്ത വെളിപ്പാട് നമ്മൾ സൂക്ഷിക്കണം. അത്ഭുതം സത്യത്തിൽ നിന്നും വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അതും സൂക്ഷിക്കണം. മൂന്നാമത്തെ കാര്യമാണ് പണത്തെ ആത്മീയ അനുഗ്രഹമാക്കി മാറ്റും. ചിലരൊക്കെ പറയുന്നതാണ്, അല്ല വീട് കിട്ടും, പള്ളിയിൽ വരുന്നു, ഒരു അമ്പലത്തിൽ പോയിട്ടോ അല്ലെ മോസ്കിൽ പോയിട്ടോ ഒരുത്തൻ സുവിശേഷ യോഗം കേട്ടു, സഭയിലോട്ട് വന്നപ്പോൾ ഒരു 3 മാസമായപ്പോൾ ദൈവം അനുഗ്രഹിച്ചു. നമ്മളോട് എടുക്കും ഓബേദേദോമിന്റെ മക്കളെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചതുപോലെ പ്രിയ ബ്രദറിനെ അനുഗ്രഹിച്ചു. രക്ഷയുടെ അനുഭവത്തിൽ വന്നു, സ്ഥാനപ്പെട്ടതുകൊണ്ട് അനുഗ്രഹം. വീട് വെച്ചു, മക്കള് നല്ല ജോലി കിട്ടി, വിവാഹം നടത്തി, ഒത്തിരി സമ്പത്ത് വന്നു, തുറക്കാത്ത വഴികൾ തുറന്നു. എൻ്റെ പൊന്നു പ്രിയമുള്ളവര്, ഇതൊക്കെ വെറും പൊട്ട ഉപദേശങ്ങളാണ്. ഇതൊന്നും ഉപദേശത്തിലുള്ളതല്ല. പണമല്ല ആത്മീയ അനുഗ്രഹത്തിന്റെ ലക്ഷണം. സ്തോത്രം. നിങ്ങൾ എപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന ഈ ഒരു വിഷയത്തിലാണ്. പള്ളിയിൽ വന്നാൽ അനുഗ്രഹം, എല്ലാ ആരാധനയ്ക്ക് വന്നാൽ അനുഗ്രഹം കിട്ടും. എന്ത് കിട്ടും? പണം കിട്ടും, ഉറവ തുറക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ, നമ്മൾ ഏത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ചെന്നിരുന്ന് നോക്കണം, ഉറവ തുറക്കും. ഓക്കെ, ഞാൻ തെറ്റെന്നല്ല. നമുക്ക് അന്നന്ന് ആവശ്യമുള്ള എല്ലാം ദൈവം തരണം. അതിന് പ്രാർത്ഥിക്കണം, കർത്താവിനോട് ചോദിക്കണം. പൈസ വേണം, നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കണം, നല്ല നിലയിൽ പഠിപ്പിക്കണം, നല്ലൊരു വീട് വേണം. ഇതൊന്നും തെറ്റെന്നല്ല പറയുന്നത്. പക്ഷേ അനുഗ്രഹം, ആത്മീയതയുടെ അനുഗ്രഹം പണമെന്ന് പഠിപ്പിക്കുന്ന ഉപദേശമാണ്. ദയവ് ചെയ്ത് പാവങ്ങളെ വഞ്ചിപ്പിക്കുവാൻ ആത്മീയ വഞ്ചന നടത്തരുത്. പണമല്ല, സമ്പത്തല്ല, ആർഭാടമല്ല, ഇതൊന്നും ആത്മീയതയുടെ സിമ്പലല്ല. ആത്മീയതയുടെ അനുഗ്രഹമല്ല ഇത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നമ്മൾ ഈ വിഷയങ്ങളെ ശരിക്കും കാതലായിരുന്നു നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര രൂപ കൊടുത്താൽ അനുഗ്രഹം കിട്ടും. ചില ദൈവദാസന്മാർ പറയാറുണ്ട്, ഇത്ര രൂപ ഓഫീസിൽ അടയ്ക്കണം, ഇന്ന നന്മ കിട്ടും, ഇന്നത് കിട്ടും, പള്ളിക്ക് വേണ്ടി ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. പിന്നെ ചർച്ചിന്റെ ഒരു കതക് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇത് കിട്ടാം. പറ്റിപ്പാണെന്നേ. ഇതൊന്നും ദൈവവചനത്തിനകത്തുള്ള കാര്യമല്ല. നല്ല മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അത് പറയണമെന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് ഒരു ചർച്ച വയ്ക്കണം, അതിന് ഒരു വാതിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, കൂടാരത്തിന്റെ വാതിൽ വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. പെട്ടകം ഓബേദേദോമിന്റെ വീട്ടിലിരുന്നപ്പോൾ അവന് ദൈവം അനുഗ്രഹിച്ചു. ഇതൊക്കെ മണ്ടത്തരമാണ്. പണമല്ല ആത്മീയ അനുഗ്രഹത്തിന്റെ ലക്ഷണം. 2, പ്രത്യേകം വിത്ത് കൊടുത്താൽ അത്ഭുതം. ചിലതൊക്കെ പൈസ കൊടുത്ത് അത്ഭുതങ്ങൾ നേടും, ചില സാധനങ്ങൾ കൊടുത്ത് അത്ഭുതം നേടും. പള്ളി വയ്ക്കാൻ സ്ഥലം കൊടുത്ത് അനുഗ്രഹം നേടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ ഇത്ര തുക കൊടുത്താൽ പ്രശ്നം മാറും. ഭൂതം മാറ്റാൻ 10,000 രൂപ, കുറച്ചും കൂടെ ഭൂതം മാറ്റിയാൽ 25,000 രൂപ. മനസ്സിലായോ? ഞാൻ സത്യമാണ് പറയുന്നത്, കള്ളമല്ല പറയുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റി അനുഭവിച്ച കാര്യം പറയുന്നത്. ചില ആന്റിമാരും ഒക്കെ ഉണ്ട്, അവിടുത്തെ ഉപദേശിമാരെന്നൊന്നും പറയത്തില്ല, രഹസ്യമായിട്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇന്നത്തോട് സ്റ്റോപ്പ് ചെയ്യണം. രഹസ്യമായി വിളിച്ച് വരുത്തി പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ നടക്കും. സംഭവം എന്തെന്ന് പറയണ്ടേ? 4 ലക്ഷങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകും. എൻ്റെ പൊന്നുപ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ഇടയനെ തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു ദൈവദാസനെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാനൊരു മിക്ക വചന ശുശ്രൂഷയും ഞാൻ പറയാറുണ്ട്.
നിങ്ങൾക്കൊരു ദൈവദാസൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നിറമുണ്ടോ നിറമില്ലേ, കഴിവുണ്ടോ കഴിവില്ലേ, അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ഇല്ലയോ, അതൊന്നുമല്ല വിഷയം. നിങ്ങൾക്ക് തന്ന അപ്പൻ, ആത്മീയ പിതാവ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിങ്ങളുടെ വിടുതലും കൂടെ തന്നിട്ടാണ് ആ ആലയത്തിൽ നിങ്ങളെ അയച്ചിരിക്കുന്നത്. നിങ്ങൾ ചെന്ന് കയറിയതല്ല, ദൈവം നിങ്ങളെ കൊണ്ട് അവിടെ നിർത്തിയിരിക്കുക. അവിടെ വിശ്വസ്തയോടെ നിന്ന് ആ ദൈവദാസൻ പറയുന്ന ഇനി ഉപദേശം ഉള്ളതായിരിക്കണം കേട്ടോ. ആ ഉപദേശത്തിലും വെളിപ്പാടിലും നിങ്ങൾ നിന്ന് ആത്മീയ ജീവിതം നയിച്ചു നോക്കി, ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. നോക്കുക, ഇത്രയും പണം തന്നാൽ ഈ ഭൂതം മാറ്റാം, ഇത് പിന്നെ ഭൂമിക്കടിയിൽ നിധിയല്ലല്ലോ, മന്ത്രവാദം വെച്ചിരിക്കുകയാണ്, കൂടോത്രം വെച്ചിരിക്കുകയാണ്, അത് ഇളക്കണമെങ്കിൽ ഇത്ര രൂപ വേണം, അതിന് 4 ദിവസം ഉപവാസം വെക്കണം, അതിന് ഇന്ന ദൈവദാസം, അതിന് ഇത്ര രൂപ വേണം. പ്രിയമുള്ളവരെ, പണത്തെ ആത്മീയ അനുഗ്രഹമാക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത് തട്ടിപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉപദേശിക്ക് യാത്രക്കൂലി കൊടുക്കുക, അല്പച്ചിരി ആഹാരം കൊടുക്കുക. അതിനപ്പുറമായി നിങ്ങളോട് രൂപ ചോദിക്കുന്നെങ്കിൽ ആ വ്യക്തി ആത്മീയ തട്ടിപ്പിന്റെ മറ്റൊരു അവതാരമാണ് എന്ന് നിങ്ങൾ അത് നിങ്ങൾ ഉപദേശിയായിരുന്നാലും ശരി തന്നെ, ആരായിരുന്നാലും ശരി തന്നെ തിരിച്ചറിയണം. സ്തോത്രം. പണമല്ല ആത്മീയ അനുഗ്രഹത്തിന്റെ ലക്ഷണം. ഞാൻ ഒത്തിരി പറയാനുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 1 തീമോഥെയോസ് ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം എടുത്ത് വായിക്കണം. ദൈവഭക്തി ലാഭത്തിനുള്ള മാർഗമെന്ന് വിചാരിക്കുന്നവർ. ഒരു പൗലൂസ് തീമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞത്, 2 പത്രോസിന്റെ ലേഖനം 2-ന്റെ 3 കൂടെ ഒന്ന് വായിച്ചു നോക്കണം. അത്യാഗ്രഹത്താൽ അവർ നിങ്ങളെ കെട്ടുകഥകളാൽ വ്യാപാരം ചെയ്യും. കേട്ടോ, ദൈവവചനം പറഞ്ഞ കാര്യമൊന്നും കെട്ടുകഥകൾ. അവിടെ അതിരിക്കുന്നു, ഇവിടെ ഇതിരിക്കുന്നു. ഇരിക്കട്ട്, എടുത്തു കൊടുക്കേണ്ടത് ദൈവദാസന്മാരുടെ കടമ, എടുത്തു കൊടുക്കണം. ദൈവം നിങ്ങൾക്ക് അങ്ങനെ ശുശ്രൂഷ എന്നെങ്കിൽ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് അത് മാറ്റണം. ആ മാറ്റിയ ശേഷം അവരെ ഉപദേശത്തിൽ കൊണ്ടുവരണം, അവരെ വെളിപ്പാടിൽ കൊണ്ടുവരണം, അവരെ ലോകമോഹങ്ങൾ വിടാതെ വണ്ണം സൂക്ഷിക്കേണ്ട കടമ നമ്മുടെ കടമയാണ്. അത് പണം വാങ്ങിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ സമയത്തിന്റെ ഒത്തിരി കാര്യങ്ങളുള്ള പറയാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം നിൽക്കുക. അപ്പോൾ ആത്മീയ അനുഗ്രഹം പണത്തെ ആത്മീയ അനുഗ്രഹമായി ആരും തുലനം ചെയ്യരുത്. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ ചർച്ചയിൽ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നല്ല മനസ്സോടെ ചെയ്യണം. ഒരു ഉപദേശി പറഞ്ഞതുകൊണ്ടോ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടോ ചെയ്യരുത്. നല്ല മനസ്സോടുകൂടെ വാരിക്കോരി നിങ്ങൾ കൊടുക്കുകയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലാണ്ട് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ UK പോവും, നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി കിട്ടും. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പ, അങ്ങനെയൊക്കെ ഒന്നുമില്ല. നിങ്ങൾ നല്ല മനസ്സോടെ കൊടുത്താൽ, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ ചെയ്താൽ ദൈവം ഒത്തിരി അനുഗ്രഹിക്കും, ഒത്തിരി മാനിക്കും. ഇതാണ് വചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നീതിമാന്റെ മക്കൾ അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല. ആമേൻ. അതുകൊണ്ട് ഇതുപോലെ പണത്തിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ദൈവം തരുന്നത് മതി എന്ന് വെക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എന്ന് പറയുന്നത് വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന ആത്മീയത. വ്യക്തികൾ എന്ന് വെച്ചാൽ വ്യക്തിപൂജ എന്ന് വെച്ചാൽ എൻ്റെ അഭിഷേകം. ചിലർ എൻ്റെ മേലിൽ കിടക്കുന്ന അഭിഷേകം അതാ പകരാൻ പോവുക. നോക്കുക, എൻ്റെ ശുശ്രൂഷ, ഇനി അടുത്ത എൻ്റെ ശക്തി എന്നീ വാക്കുകളിൽ കൂടെ ജനത്തെ ഒതുക്കി വെച്ചിരിക്കുക. അവരെ സൂക്ഷിക്കണം. അത് എത്ര വലിയ വമ്പൻ ഉപദേശിയായിരുന്നാലും, എത്ര വലിയ സംഭവം എന്ന് പറയുന്ന ആളായിരുന്നാലും, അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:30 വായിക്കണം. അവൻ വളരണം, ഞാനോ കുറയണം എന്നാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഉയർത്താത്ത ശുശ്രൂഷയൊന്നും ദൈവിക ശുശ്രൂഷയല്ല, അത് വ്യാജ ശുശ്രൂഷയാണ്. ആ വഞ്ചനയിൽ നിങ്ങളും ഞാനും കുരുങ്ങിപ്പോകരുത്. സ്തോത്രം. പ്രിയമുള്ള, നമ്മൾ എന്താണ് ഇരിക്കുന്നത്? എൻ്റെ ശുശ്രൂഷ എന്ന് പറയാൻ എന്താണ് ഇരിക്കുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിവിടെ വന്ന് ഈ ദൈവത്തോട് പ്രാർത്ഥിച്ച് വന്നിരിക്കുന്നു. ദൈവം അപ്പോഴ് വായിലത്ത് കൂടെ തരുന്നു, ഞാൻ പറയുന്നു. അത് എൻ്റേതെന്ന് പറയാൻ എന്താണുള്ളത്? ഒരു പ്രവചന ശുശ്രൂഷ ഒരാൾ ചെയ്യുന്നു, ആ വ്യക്തി ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ദൈവമേ എനിക്കൊന്നും അറിയത്തില്ല, ആ വ്യക്തിയെ കുറിച്ച് അവിടെ ചെല്ലുമ്പോൾ ദൈവം വാ തുറന്ന് ആ വ്യക്തിയുടെ ജീവിത ചരിത്രം പറയുന്നു. മാനസാന്തരമുണ്ടെങ്കിൽ അത് പറയുന്നു, മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരാൻ പറയുന്നു, അടുത്ത ദൈവം ചെയ്യാൻ പോകുന്ന ദൈവ വിടുതലിനെ കുറിച്ച് പറയുന്നു. ഇതാണ് ദൈവിക ദൂതെന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ അഭിഷേകം, എൻ്റെ മേലൊരു അഭിഷേകമാണ്, അത് ഞാൻ പകരാൻ പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ചുമ്മാതാ. അങ്ങേര് വല്ലവരുടെയും ജീവിതത്തിലിരിക്കുന്ന അഭിഷേകം നമുക്ക് വേണ്ട. യേശുവിൻ്റെ അഭിഷേകം, ക്രിസ്തുവിൻ്റെ അഭിഷേകം. അങ്ങനെയല്ലേ പൗലു അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അഭിഷേകം. ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിന് അപ്പുറമായി വേറൊരാളുടെ മേൽ നിൽക്കുന്ന അഭിഷേകം നിങ്ങൾ ചോദിക്കരുത്, വാങ്ങരുത്, ആഗ്രഹിക്കരുത്, പോകരുത്. ഇന്ന് ക്യൂ ആണ് നിൽക്കുന്നത്. ഞാനൊരു സുവിശേഷ യോഗത്തിൽ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി. ആഫ്രിക്കയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ ദൈവദാസൻ വന്നു. പകലൊരു മീറ്റിങ്ങിന് ചെന്ന് ഞാനിങ്ങനെ ബാക്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ചെറുപ്പക്കാരും നടക്കുക. ഈ സിനിമാ നടന്മാരെ വാഹനത്തിൽ കയറ്റും പോലെയാണ് സെക്യൂരിറ്റിക്കാർ വന്ന് ഇദ്ദേഹത്തെ, വോളണ്ടിയേഴ്സുകൾ വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ കാറിൽ ഒരുത്തൻ ചിലവണ്ണം തൊടുന്നു, അദ്ദേഹത്തിന്റെ ബാഗിനെ പിടിക്കുന്നു, അദ്ദേഹത്തിന്റെ മേൽ ചെന്ന് ചാടി വീഴുന്നു. ഇതൊക്കെ വചനത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കരുത്. അത് ശരിക്കും ആത്മീയ വഞ്ചനയാണ്. ഹല്ലേലൂയ. എൻ്റെ അഭിഷേകം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ ശക്തി, എൻ്റേത് എന്ന് പറയാൻ നമുക്ക് ഈ ശുശ്രൂഷ മേഖല ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവം തരുന്നത്. അത് ഇന്ന് തന്നു, നാളെ ഇനി ഞാൻ വേറൊരിടത്ത് ചെല്ലുമ്പോൾ തരണമെന്നില്ല. എനിക്ക് ആ ശുശ്രൂഷ ചെയ്യണമെന്നില്ല. ഞാൻ ഇന്ന് ഈ വചനം ഇവിടെ പ്രസംഗിക്കുന്നു, നാളെ ഈ ചാനൽ വഴിയായി പ്രസംഗിക്കണമെന്നില്ല. അത് ദൈവം വിചാരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഓരോ സമയങ്ങളിലും ദൈവം തന്റെ പ്രവൃത്തി ചെയ്യാൻ ഓരോരുത്തരും ദൈവം ഉപയോഗിക്കാറുണ്ട്. അതാണ് നമ്മളെ വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും തന്നിട്ടുണ്ട്, അത് ദൈവ കൃപയാൽ തന്നതാണ്. അത് നമ്മൾ അങ്ങനെ, അത് മാക്സിമം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അവിടെ ഞാനെന്നല്ല, എൻ്റെ ദൈവം മഹത്വപ്പെടണം. ഹല്ലേലൂയ. അവൻ വളരണം, ഞാനോ കുറയണം. ഈ ആശയങ്ങളില്ലാതെ, ഈ അനുഭവങ്ങളില്ലാതെ ആരെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റോടുക. ഞാൻ അവസാനമാകുമ്പോൾ ഞാൻ എൻ്റെ കൈ നിങ്ങളുടെ ശരീരത്തിൽ വയ്ക്കാം. ഞാൻ കുറെ കർച്ചീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ മേൽ ഇടാം. ഞാൻ എൻ്റെ കോട്ട് ഊരി നിങ്ങളുടെ മേലിടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മേൽ അഭിഷേകം വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഇതെല്ലാം വഞ്ചനാപരമായിട്ടുള്ളതാണ്. ഞാൻ ആ വചനം കൂടെ പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥമായ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകരും. ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം പകരാൻ ആഗ്രഹിക്കും. ഈ ഒരു വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായിക്കോണം, അതാരാണ്? ക്രിസ്തുവിനെ ഉയർത്തുന്ന ദൈവദാസന്മാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, വികാരവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഒരുപോലെയാണോ? ചോദ്യമാണ്. നിങ്ങൾ ഈ ഭാഗം, നിങ്ങൾ ആ ഒരു വിഷയമാണത്. വികാരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഒരുപോലെയാണോ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എന്നൊക്കെ ഒരു മിനിറ്റ് കേട്ടോളാം. കരച്ചിൽ, നിലവിളി, വീഴ്ച, ചിരി, ആവേശം, ശക്തമായ സംഗീതം, ഇവയൊന്നും മാത്രം പരിശുദ്ധാത്മാവ് പ്രവർത്തന അന്തിമ തെളിവല്ല. പലരും ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് വികാരങ്ങളിലാണ് ഇരിക്കുന്നത്. ചിലരോടൊന്ന് കരയും, ഭയങ്കര കരച്ചിൽ. അവിടെ അയ്യോ പരിശുദ്ധാത്മാവ് തൊട്ടു. പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ കരയും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കരച്ചിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രണ്ട്, നിലവിളിച്ച് ഒക്കെ ഉണ്ടാകാം, വീഴ്ച ഉണ്ടാകാം. പക്ഷെ ചിരി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് വേദപുസ്തകത്തിന് തെളിവുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. ആവേശം, അത് ഉണ്ടെന്ന് എനിക്കറിയില്ല.
ഒരു ചേട്ടൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഒരു ദൈവദാസൻ ചോദിച്ചു, ഏതോ ഒരു കരിസ്മാറ്റിക് പ്രയറിന് പോയപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് മീറ്റിംഗ്? അയ്യോ ഞാൻ പരിശുദ്ധാത്മ പ്രാപിച്ചു. പുള്ളിയോട് ചോദിച്ചു, പരിശുദ്ധാത്മ പ്രാപിച്ചു. അവിടെ ചോദിച്ചു എങ്ങനെയുണ്ട്? അപ്പോഴാണ് പറഞ്ഞു, പാസ്റ്ററെ ഈ പരിശുദ്ധാത്മാവ് തെങ്ങിൽ ചാടി കയറാൻ തോന്നും. അതെന്താ പരിശുദ്ധാത്മാവ്? ഇതുപോലുള്ള കുറെ വിഡ്ഢിത്തപരമായിട്ടുള്ള വികാരപരമായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇനി കീബോർഡ് ഇട്ട് നമ്മൾ ആ ഒരു ശക്തമായ ആ സംഗീതത്തിൽ ലയിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കൈ രണ്ടൊക്കെ ഉയർത്തി വരുന്ന ജഡത്തിനകത്ത് കയറി വരുന്ന ഒരു സുഖമുണ്ട്, ഒരു നല്ലൊരു സുഖം അല്ലേ? നമുക്ക് അറിയാം, തണുത്ത സമയത്ത് നമുക്ക് എവിടെയെങ്കിലും കിടക്കുന്നു ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിനുള്ള അതുപോലെ ഒരു കുളിർമ വരും. അതിനെ പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഇതൊക്കെയാണോ? ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയിലാണോ പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്? എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല അതെന്താണെന്ന്. പക്ഷേ ഞാൻ പഠിച്ച വേദപുസ്തകത്തിനകത്ത് അന്തിമമായ പരിശുദ്ധാത്മാവിന്റെ ഒരു കാര്യം പറയുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 21. പരിശുദ്ധാത്മാവിന്റെ ഫലമോ ചിരിയല്ല, അവിടെ പറയുന്നു സ്നേഹമെന്നാണ്. അവിടെ സന്തോഷമുണ്ട്, നിലവിളിയല്ല, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അല്ലാണ്ട് ആരെങ്കിലും നിങ്ങളെ തള്ളിയിട്ടാൽ നിങ്ങൾ വീണ് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തള്ളിയിട്ട് കഴിഞ്ഞാൽ തല വല്ലതും പൊട്ടണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പരിശുദ്ധാത്മാവ് ചിലർ തള്ളി വീഴ്ത്താറുണ്ട്, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ പല ദൈവദാസന്മാരും മനഃപൂർവ്വം തള്ളിയിടുകയാണ്. സ്തോത്രം. നിങ്ങൾ കാണുന്നില്ലേ, കൈയെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ വീഴുന്നു. അതിൽ ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്തെങ്കിലും അവരിൽ വെളിപ്പെടുന്നുണ്ടോ? ഇവർ വീണു എണീക്കുന്നു, അതിനകത്ത് ദൈവികമാവുന്ന എന്തെങ്കിലും ഇവർ അനുഭവിക്കുന്നുണ്ടോ? അത് അവർ വീണത് പരിശുദ്ധാത്മാവിലാണെന്നല്ലോ. അവർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാകുന്നുണ്ടോ? സന്തോഷമുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? പരോപകാരമുണ്ടോ? വിശ്വസ്തതയുണ്ടോ? സൗമ്യതയുണ്ടോ? ഇന്ദ്രിയജയമുണ്ടോ? നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ വികാരമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ വെളിപ്പെടുമ്പോൾ ഈ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 22 അനുഭവങ്ങൾ ഉണ്ടാകും. മറ്റതെല്ലാം സൂക്ഷിച്ചോളാം. പിന്നെ പിള്ളേരായിട്ട് ചിരിപ്പിച്ച്, ചിലരെടുത്ത് കരയിപ്പിച്ച്, ചിലരെടുത്ത് നിലവിളിപ്പിച്ച്, അയ്യോ എന്തൊക്കെ, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ വഞ്ചനാപരമായ ക്ലാസ്സുകളിൽ ചെന്നിരിക്കരുത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം ഗോൾഡ് മുഴകൾ അല്ലെങ്കിൽ ഗോൾഡ് ശരീരത്തിനകത്ത് ഇങ്ങനെ വരും. അത് കാണിച്ചു കൊടുക്കുക, അവരുടെ കണ്ണിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മ വരുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല. വചനത്തിനൊന്നുമില്ല ഇതിനകത്ത്, ഒരു തെളിവില്ല. നമ്മൾ വീണ് പോകരുത്. നമ്മളൊരു ക്രൂസൈഡിന് പോയാലും ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ക്യാമ്പിന് വിടുമ്പോൾ സൂക്ഷിച്ച് ദൈവത്തോട് ചോദിക്കണം. പിന്നീട് ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചോളാം. ദൈവവചനം പഠിപ്പിക്കുന്നിടം എവിടെയുണ്ടോ അവിടെ നിങ്ങൾ ഇരിക്കണം. ദൈവവചനം കേൾക്കണം, ദൈവവചനത്തിലുള്ളത് പ്രാപിക്കണം. പരിശുദ്ധാത്മ എന്ന് പറയുന്നത് ചുമ്മാ തുള്ളുന്നതല്ല, ചാടുന്നതല്ല, നിലവിളിക്കുന്നതല്ല. പരിശുദ്ധാത്മ ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. അവിടെ നിന്നൊരു കണക്ഷൻ വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ട് എന്നിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന സാധനമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വാസ, സാമ്യത, ഇന്ദ്രിയജയം. ഇത്രയും സാധനം നമ്മളില്ലെങ്കിൽ നമ്മൾ ഈ ചാടുന്നത് വ്യർത്ഥമാണ്. നമ്മൾ പള്ളിക്കകത്ത് വന്ന് അന്യഭാഷയും പറഞ്ഞ് ഭയങ്കര ചാട്ടം ഓട്ടം, തലയിൽ കിടക്കുന്ന തുണി വരെ എടുത്ത് കളഞ്ഞ് നമ്മൾ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം പരിപാടികളാണ്.
ഉള്ള ബൈബിളെല്ലാം ചവിട്ടി മെതിച്ച്, ഇതൊക്കെയാണോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി? ഇതൊക്കെയാണോ അഭിഷേകം? ഇതൊന്നും അഭിഷേകം അല്ലെന്നേ നിങ്ങൾ തിരിച്ചറിയുക. ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ബൈബിളെല്ലാം സ്ത്രീകൾക്ക് ചവിട്ടി മെതിച്ച് നൃത്തം ചെയ്യുകയാണ്. സ്തോത്രം. ചിലടത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയാലേ വരൂ. പുരുഷന്മാരും സ്ത്രീകളും ചേർന്നിരിക്കുക. അത്ര തിരക്ക. അവർക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തണം. ഇതിന്റെ ഇടയിൽ കൂടെ ഈ തലയിൽ കരം വയ്ക്കാൻ കുറെ ചെറുപ്പക്കാരെ ഇറക്കി വിട്ടു. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ദൈവസഭയ്ക്ക് യോഗ്യമായിട്ടുള്ള സാധനങ്ങളല്ല. ഇതൊന്നും നമ്മുടെ ദൈവവചനത്തിന്റെ പ്രമാണത്തിലുള്ള സാധനമല്ല. സ്തോത്രം. ഒരുത്തന് ദൈവത്തിന് വിടുതൽ കൊടുക്കണോ? ആ വിടുതൽ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവിടെ വിടുതൽ നടന്നിരിക്കും. ഒരുത്തന്നെ വല്ല ഒരു അഭിഷേകം വെളിപ്പെടണോ? അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അഭിഷേകം വെളിപ്പെട്ടിരിക്കും. സ്തോത്രം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മൾ വികാരങ്ങളിൽ കാണുന്നതല്ല പരിശുദ്ധാത്മാവ്, ജീവിതത്തിൽ വരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ. ഇനി അടുത്ത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ ഉണ്ട്. എല്ലാവരും മിക്കവരും കർത്താവേ, ചിലർ പറഞ്ഞു കൊടുക്കാറുണ്ട്, യേശുവേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കാൻ പറയും. എന്തിന്റെ അർത്ഥം എന്താണ്? കർത്താവേ കർത്താവേ എന്ന വാക്കിന്റെ അർത്ഥം, കർത്താവേ നീ എൻ്റെ കർത്തൃത്വം നടത്തുന്നവൻ, എൻ്റെ സകല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഈ വിളി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കൺട്രോളെല്ലാം ഞാനെന്ന് പറയുന്നത് എൻ്റെ അകത്ത് കിടക്കുന്ന ജഡമാ. പള്ളിയിൽ പോകുമ്പോൾ കർത്താവേ എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ കർത്താവ് എൻ്റെ സകല നീ ഏറ്റെടുക്കുന്ന മനുഷ്യൻ ഏതാ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയും. നമ്മൾ പള്ളി വിട്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ എന്തായിത്തീരും? നമ്മൾ പഴയ രീതിയിൽ തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു ശ്രദ്ധിക്കണം, ചുമ്മാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മത്തായി സുവിശേഷം 7:21 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണിത്. കർത്താവേ കർത്താവേ എന്ന് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കില്ലയോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ യേശു അവരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ വലിയൊരു പാഠമുണ്ട്. ശുശ്രൂഷ ഉണ്ടാകാം, പക്ഷെ ബന്ധം ഉണ്ടാകണമെന്നില്ല. പ്രവചനം ഉണ്ടായെന്ന് വരാം, പക്ഷെ അത് ദൈവത്തിൽ നിന്ന് വരണമെന്നില്ല. അത്ഭുതം നടന്നെന്ന് വരാം, അത് ദൈവത്തിൽ നിന്ന് ആയിരിക്കണമെന്നില്ല. ഭൂതം പുറത്തായെന്ന് വരാം, അത് ദൈവത്തിൽ നിന്ന് ആയിക്കണമെന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ട് പോലുമില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചുമ്മാ കർത്താവേ കർത്താവേ കർത്താവേ, നമ്മൾ പാട്ടൊക്കെ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പാടാറുണ്ട്. അപ്പോൾ രണ്ട് കണ്ണീരൊക്കെ ഇങ്ങനെ കണ്ണീര് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രിയമുള്ളവരെ, എന്തെല്ലാം ആത്മീയ വഞ്ചനകളാണ് സഭകളിൽ നടക്കുന്നത്. കർത്താവേ എന്ന് പറഞ്ഞാൽ എൻ്റെ സകല കാര്യങ്ങളും കർത്താവേ ഏറ്റെടുക്കണം. അപ്പോസ്തലനായ അപ്പച്ചൻ പറയുന്ന പോലെ, പൗലോസ് അപ്പച്ചൻ പറയുന്ന പോലെ, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ വളരണം. ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ നിന്ന് വരണം. അതാണ് കർത്താവേ എന്ന വാക്കിന്റെ അർത്ഥം. സ്തോത്രം. ഞായറാഴ്ചയും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഉപവാസത്തിന് മാത്രം ഈ വിളിയുണ്ട്. ബാക്കിയെല്ലാം നിയന്ത്രിക്കുന്ന ഈ ജഡമല്ലേ നിയന്ത്രിക്കുന്നത്? ഒന്നിരുന്ന് ചിന്തിക്കണം. ആത്മീയ വഞ്ചനകളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഇനി നോക്കുക, ആത്മീയ തട്ടിപ്പിനെ എങ്ങനെ തിരിച്ചറിയണം? നമുക്ക് തിരിച്ചറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മൾ ഈ വഞ്ചനയിൽ കുരുങ്ങി നിത്യത നമുക്ക് നഷ്ടപ്പെടുവാനിടയാകും. ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു മുക്കാൽ ആത്മീയന് ഇത് മനസ്സിലാകത്തില്ല. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഓരോ ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വചനം പ്രയോജനപ്പെടും. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവർക്ക് ഉപയോഗപ്പെടുന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. സ്തോത്രം. നമുക്ക് ഒരുങ്ങാന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഒന്ന്, വചനത്തിലൂടെ പരിശോധിക്കുക. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ, ആത്മീയ വിഷയം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, അത് വചനത്തിനകത്തുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 17:11 ബെരോക്കക്കാരെ പ്രശംസിച്ചത് അവർ കേട്ടതെല്ലാം വിശ്വസിക്കുന്നതെന്നല്ല. ആരാണ്
ബെരോക്കായിലെ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലന്റെ കരങ്ങളാൽ രൂപപ്പെട്ട സ്ഥലമാണ്. ഇത്രയും ലേഖനങ്ങൾ എഴുതിയ ക്രിസ്തുവിൻ്റെ ഒരു രൂപമായി നിൽക്കുന്ന അപ്പോസ്തലനായി പൗലോസ് പഠിപ്പിച്ചിട്ട് പോകുമ്പോൾ അവിടെയുള്ള ആന്റിമാരും അങ്കിളുമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ വീട്ടിൽ ചെന്നെടുത്തിട്ട് ബൈബിള് തുറന്നിട്ട് നോക്കും. അപ്പച്ചൻ പറഞ്ഞത് ശരിയാണോ, അപ്പച്ചൻ പറഞ്ഞത് ശരിയാണോ? നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉപദേശം പറഞ്ഞാൽ മതി, അയ്യോ സ്വതന്ത്ര കർത്താവേ, ആ ദൈവദാസൻ പറഞ്ഞ വാക്കിന് ഞാൻ ഏറ്റെടുക്കും. കണ്ടോ, രണ്ടു തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മൾ ആരെ പോലെ ആകണം? ബെരോയക്കാരെ പോലെ ആകണം. ഒരു ദൂത് കേട്ടാൽ വചനത്തിനകത്തുണ്ടോ എന്ന് നോക്കണം. ഒരു വചനം പാസ്റ്റർ പ്രസംഗിച്ചാൽ അത് വചനത്തിനകത്ത് ഏത് ആശയത്തോടാണ് എഴുതിയിരിക്കുന്നത് നോക്കണം. ഒരു വാക്കെടുത്ത് പ്രസംഗിക്കാച്ചാൽ നിങ്ങൾ മുകളിലുള്ള നോക്കണം, താഴത്തെ ഭാവം നോക്കണം. എന്ന് വെച്ചാൽ ആ ഒരു അധ്യായം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കിയാലേ ഈ പാസ്റ്റർ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. യേശു കണ്ണുനീർ വാർത്തു, അതിന്റെ മുകളിൽ നോക്കണം, താഴെ നോക്കണം. യേശു എന്തിനാണ് കണ്ണുനീർ വാർത്തത്? നമ്മൾ ആ ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മുടെ ഉപദേശിമാര് സഭകളെ മൊത്തം ഇളക്കി മറിക്കും. പാവപ്പെട്ട ആന്റിമാരെ എല്ലാം കരയിപ്പിച്ച്, ചേട്ടന്മാരെയൊക്കെ കരയിപ്പിച്ച് വല്ലാത്ത പരുവത്തിൽ കണ്ണും കലങ്ങിയായിരിക്കും ആരാധന അടിയുമ്പോൾ പോകുന്നു. കേട്ട പ്രസംഗം യേശു കണ്ണുനീർ വാർത്തു. ആ കണ്ണുനീര് വാർത്തു എന്നൊറ്റ വാക്കും എടുത്തുകൊണ്ടാ പിന്നെ വചനത്തിൽ തൊടത്തില്ല ഇവര് പിന്നെ ലോകം മുഴുവനും കറങ്ങും. ആഫ്രിക്ക മൊത്തം പോകും. എവിടേക്ക് പോകണ്ടോ പോയി കറങ്ങി 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഇവരെ കരയിപ്പിച്ച് നിർത്തി ആശീർവാദം പറഞ്ഞു പോകും. പക്ഷെ ബെരോക്കായിലെ വിശ്വാസികൾ അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചാലും വന്നു നോക്കും ബൈബിൾ. നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കണം. ഞാനിവിടെ നമ്മളെന്ന് ദൈവവചനം പറയും, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ആയിരിക്കണം അളവ് പോലെ ആയിരിക്കേണ്ടത്. സ്തോത്രം. 2, ആത്മീയ തട്ടിപ്പിന് എങ്ങനെ തിരിച്ചറിയാം? 1, വചനം വെച്ച് നോക്കണം. 2, ഫലം നോക്കുക. മത്തായി സുവിശേഷം 7:16 അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. പ്രസംഗം മാത്രം നോക്കരുത്, പ്രവചനം മാത്രം നോക്കരുത്, വർഷിപ്പ് മാത്രം നോക്കരുത്, ബഹളം മാത്രം നോക്കരുത്. ജീവിതം നോക്കുക, സ്വഭാവം നോക്കുക, ഫലം നോക്കണം. മനസ്സിലായോ? ഫലം ഇല്ലാത്ത ഇടങ്ങളിൽ അവരുടെ മുമ്പിൽ പ്രസംഗത്തിനൊന്നും ചെന്ന് ഇരുന്ന് കൊടുക്കരുത്. ഹല്ലേലൂയ. കാട്ടത്തിയുടെ സ്വഭാവം നിങ്ങളിലും വരും. അതാ യേശു പറഞ്ഞത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയുക. ഫലം കണ്ടിട്ട് തിരിച്ചറിയണം. സ്വഭാവം, അവരുടെ രഹസ്യ ജീവിതം, അവരുടെ നടപ്പ്, അവരുടെ സംസാര ശൈലി. ഒരു ദൈവദാസന്റെ സംസാര ശൈലിക്ക് ഒരു വ്യത്യാസമാണ്. മറ്റുള്ളവർ സംസാരിക്കും പോലെയല്ല, അവർ ദൈവ രൂപത്തിൽ അങ്ങനെ ആകണം. നിങ്ങളൊക്കെ അങ്ങനെ ആയി വരണം. ക്രിസ്തുവിന്റെ രൂപമായി നമ്മൾ മാറണം. ക്രിസ്തുവിന്റെ സംസാരമായി മാറണം. ക്രിസ്തുവിന്റെ പ്രവൃത്തിയായി നമ്മുടെ ജീവിതം മാറണം. ഓക്കെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഫലം കണ്ട് നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയണം. 3, ക്രിസ്തുവിനെ കേന്ദ്രമാക്കുന്നുണ്ടോ എന്ന് നോക്കണം. യഥാർത്ഥ ആത്മീയത മനുഷ്യനെ ഉയർത്തുകയല്ല, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചത് ആയിരിക്കണം. നമ്മുടെ ഓരോ സന്ദേശങ്ങളിലും ക്രിസ്തു ആണോ, അവിടെ സംഘടനയാണോ, അതോ ദൈവദാസന്മാരാണോ? ഇന്ന് മിക്ക സ്ഥലങ്ങളിലും ഒരു കൺവെൻഷൻ പാവപ്പെട്ട ദൈവദാസന്മാർ പലിശക്കെടുത്തും ഒരു നല്ല ക്രൂസൈഡ് വെച്ച് കഴിഞ്ഞാൽ 8:45 വരെയും മനുഷ്യനെ ഉയർത്തുന്നതല്ലാതെ യേശുവിനെ ഉയർത്തുന്നതും കാണാൻ പറ്റില്ല. പിന്നെ 15 മിനിറ്റ് സുവിശേഷ യോഗം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് വചനത്തിൽ നിന്ന് 2 വാക്ക് പറയുന്നു, ആമേൻ പറയുന്നു, പിരിഞ്ഞു പോകും. പണ്ട് നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ അല്ലായിരുന്നു. അവർ പാട്ട് പാടാൻ സമയമുണ്ട്, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അവിടുത്തെ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് ബാൻഡും അടിച്ച് കൈയടിച്ച് പാടും. എന്തൊരു ആത്മീയ തീയാകും. അത് കഴിയുമ്പോൾ 2 അപ്പച്ചന്മാർ വന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ മാറും. 3, ക്ഷണിക്കപ്പെട്ട ദൈവദാസന്റെ കയ്യിൽ മൈക്ക് ഉണ്ടെങ്കിൽ മൈക്ക് കൊടുക്കും. മൈക്ക് ഇല്ലാത്ത ഇടങ്ങളുണ്ട്. അങ്ങനെ അപ്പച്ചൻ കയറി നിന്ന് അങ്ങോട്ട് പ്രസംഗിക്കും. ഒരു 9-9:30 വരെ കഴിയുമ്പോൾ
ജനം ആത്മതപനം ചെയ്ത് ഫ്രണ്ടിലോട്ട് വരും. അന്നത്തെ പോലെ ആരും വിളിച്ചു വരുന്നില്ല, അവിടെ മുഴ മാറിയോ ഇവിടെ മുഴ മാറിയോ എന്ന് ചോദിക്കില്ല. ഇങ്ങോട്ട് വരും. വന്ന് മുഴങ്കാലിരുന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവദാസന്മാരുടെ തലയിൽ കൈവച്ച് തലയിൽ പ്രാർത്ഥിച്ച് അവർ ക്രിസ്തുവിന് വേർതിരിക്കപ്പെടും. അനേക സ്നാനത്തിന് വേണ്ടി വരും. അനേകർ അവിടെ വെച്ച് അഭിഷേകത്താൽ നിറയും. അന്യഭാഷയാൽ ദൈവത്തെ സ്തുതിക്കും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മദ്യപാനങ്ങളെ വിട്ട് ദൈവസന്നിധിയിൽ വന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ല. ഇന്നെല്ലാം മനുഷ്യനെയും പ്രസ്ഥാനത്തെയും ഒക്കെ ഉയർത്താൻ വേണ്ടിയാണ് സമയമെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയങ്ങളെല്ലാം ക്രിസ്തു ആയിരിക്കണം നമ്മുടെ കേന്ദ്രബിന്ദു. ഇനി അടുത്ത് നോക്കുക, പണവും അധികാരവും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആത്മീയ അധികാരം ഉപയോഗിച്ച് മനുഷ്യരെ നിയന്ത്രിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ചാൽ, ആത്മീയ അധികാരം, കൃപാവരം കിട്ടിയിട്ടുണ്ട്. ഒരു കൃപാവരം ദൈവദാസന്മാർ കൊടുത്തു. അതിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നവരുണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരുണ്ട്, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ പാപം ചെയ്ത ഒരു മനുഷ്യനാകാം ഒരു പക്ഷേ. അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കാം. ദൈവം ഒരു വെളിപ്പാടെന്ന് പറഞ്ഞു. അതിനെ വെച്ച് ചൂഷണം ചെയ്യുന്ന എത്രയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ചെയ്യരുത്. അത് ദൈവസന്നിധി പാപമാണ്. അത് ദൈവസന്നിധി ഒരു ദിവസം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളവരെ നിങ്ങൾ യഥാർത്ഥമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാൽ ഏത് വിഷയവും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഞാനിവിടെ മെസ്സേജ് തരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതിൽ കൂടെ ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെട്ട് നിത്യതയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യപ്രസാദത്തിനോ കുറേ ഫോളോവേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയോ കുറേ അറിയപ്പെടാൻ വേണ്ടിയോ അല്ല എന്നെ ഏൽപ്പിച്ച കൊച്ചു ദൗത്യം. ആ ദൗത്യം തീർക്കുവാൻ പോകുന്നതുവരെ ചെയ്യാൻ പറയുന്നവരെ ചെയ്യും. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ദേശത്തേക്ക് പോകാൻ ഞാനും ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നമുക്ക് ഈ ലോകത്ത് നമുക്ക് എന്താണുള്ളത്? നമുക്കൊന്നുമില്ല. ആകയാൽ നമ്മുടെ സന്ദേശങ്ങളെല്ലാം സൂക്ഷിച്ചോണം. ഇനി യുവാക്കളോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഇന്നത്തെ തലമുറ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, അതുപോലെ ഷോർട്സ് വീഡിയോകളൊക്കെ ദൈവദാസന്മാർ കൈ ഉയർത്തി അതും ഇതും രണ്ട് വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് കളയരുത്. എൻ്റെ പൊന്ന് യൗവന മക്കളെ, നമുക്ക് ആ മോട്ടിവേഷൻ രണ്ട് വാക്ക് നമ്മുടെ ജഡമൊക്കെ ഒന്ന് ത്രസിച്ച് വരും. ഒരു സന്തോഷം കൊണ്ടങ്ങ് ഉലകം അണിയിക്കും. അപ്പോഴും മനസ്സിൽ വരിക്കും, നല്ല സംഭവമാണെന്ന് വിചാരിക്കരുത്. മാനസാന്തരമില്ലാത്തതെല്ലാം നമ്മൾ സൂക്ഷിച്ചോളാം. നമ്മുടെ ഓരോ മെസ്സേജുകളിലും മാനസാന്തരം അടിഞ്ഞിരിക്കും. കാരണം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിക്കും. നമ്മുടെ എല്ലാ കൃപകളും ദൈവം തന്നിരിക്കുന്നത് മനുഷ്യരെ ഉയർത്താനല്ല, ഓരോ വ്യക്തികളെ നിത്യതയിൽ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറട്ടെ. അവസാനം ഒരു വാക്കും കൂടെ പറയട്ടെ. ഹല്ലേലൂയ. ചിലർ ഞങ്ങളുടെ പാസ്റ്റർ എന്നൊരു വാക്കുണ്ട്. മനുഷ്യന് നിങ്ങളെ ഒരു ദൈവദാസന്മാർക്കും പ്രാധാന്യം, നമ്മൾ പാസ്റ്റർമാരാണ്, റെസ്പെക്റ്റ് ചെയ്യണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷേ ആ ദൈവദാസൻ പറയുന്ന ദൈവവചന അടിസ്ഥാനത്തുള്ളത് മാത്രം നിങ്ങൾ എടുക്കണം, റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ആത്മീയ പിതാവായിരിക്കട്ടെ, ആ ദൈവദാസൻ പറയുന്നിടത്ത് കീഴ്പ്പെടണം. പക്ഷേ വചന വിരുദ്ധമായി നിന്നാൽ അനുസരിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. സമയം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5 കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താലും ബൈബിൾ അടിസ്ഥാനമായിട്ടാണോ ചെയ്യുന്നത് നോക്കണം. നമ്മൾ ചെയ്താലും വേറൊരാൾ ചെയ്താലും ബൈബിൾ അടിസ്ഥാനമുള്ളതായിരിക്കണം. രണ്ടാമത്, സന്ദർഭത്തിൽ നിന്നും വചനം എടുത്തതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. 3, ഇത് ക്രിസ്തുവിനെ ഉയർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. 4, ഇതിന്റെ ഫലം വിശുദ്ധിയും സത്യമാണോ എന്ന് ചിന്തിക്കണം. 5, ഇത് മനുഷ്യനെ നിയന്ത്രിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം.
മനസ്സിലാകുന്നുണ്ടോ? ഈ 5 കാര്യം നിങ്ങളുടെ മനസ്സിലാകത്തിരിക്കണം. ഈ നോക്കുക, ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം കൂടുതൽ ശബ്ദം മാത്രമല്ല ആവശ്യം. ശബ്ദം വേണ്ടെന്നല്ല പറയുന്നത്. കൈയടിച്ച ദൈവത്തെ എത്ര സ്തുതിക്കാമോ, എത്ര ആത്മാവിൽ ആരാധിക്കണം, അത് ശബ്ദം മാത്രം പോരാ, പിന്നെ സത്യവും കൂടെ വേണം. സത്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കും. കൂടുതൽ പ്രകടനം മാത്രം വേണ്ട. ഹല്ലേലൂയ. പിന്നെ എന്ത് വേണം? വിശുദ്ധി വേണം. ഇന്ന് പ്രകടനം മാത്രമേ ഉള്ളൂ. വിശുദ്ധിയുടെ പ്രകടനം, ആരാധനയുടെ പ്രകടനം. ഓരോ ചെറുപ്പക്കാരൊക്കെ പാടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പാടുന്നുണ്ട്, ഈ തൊണ്ടയൊക്കെ അങ്ങ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അയ്യോ, എല്ലൊക്കെ ഇങ്ങനെ വല്ലാത്തവർ. ഇത്രയും ഭാരമൊന്നും അനുഭവിക്കേണ്ട യേശുവിന് വേണ്ടി, അത്ര ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട. സിമ്പിളായിട്ട് പാടിയാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. മനസ്സിൽ തോന്നിപ്പോയതാണ്. ചിലർക്ക് അത് ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൃപയായിരിക്കാം. ഓക്കെ, എനിക്ക് തോന്നിപ്പോയതാണ്. ഇതെല്ലാം പ്രകടനമാണ്. എന്നാൽ കൂടുതൽ വേണ്ടത് വിശുദ്ധിയാണ്. ഇതിനൊക്കെ കൂടുതൽ അത്ഭുതം മാത്രം വേണ്ട. ഇനി അത്ഭുതം ഞങ്ങളുടെ സഭയൊന്നും അത്ഭുതമുണ്ട്, ഞങ്ങളുടെ മിനിസ്ട്രി ഒന്നും അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നവർ പറയട്ടെ, അത്ഭുതത്തെക്കാൾ കൂടുതൽ വേണ്ടത് ക്രിസ്തു സ്വഭാവമായിരിക്കണം. അത്ഭുതം കൊണ്ട് ആരും നിത്യതയിൽ പോകില്ല, പക്ഷെ ക്രിസ്തു സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് നിത്യതയിൽ പോവാം. ഇനി കൂടുതൽ പ്രസംഗകർ മാത്രം വേണ്ട, വചനത്തിൽ ഉറച്ച വിശ്വാസികളാണ് ഈ തലമുറയിൽ വേണ്ടത്. ഇഷ്ടംപോലെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ഇന്ന് ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം അനുസരിച്ച് വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിറഞ്ഞ വിശ്വാസികൾ സഭയ്ക്കകത്തുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നതിന് മുമ്പ്, ആത്മീയ തട്ടിപ്പിൽ കുരുങ്ങിപ്പോയവർ, ആത്മീയ തട്ടിപ്പിൽ തകർന്നുപോയവർ, നിങ്ങളുടെ വിശ്വാസത്തെ ഇനി തകർത്ത് കളയരുത്. ഒരിക്കൽ കൂടി വചനത്തിൽ ഉറച്ചു നിന്നുണ്ട്. ആരും പറയുന്നതല്ല, ഒരു ദൈവദാസൻ പറയുന്നതല്ല, ആ പറയുന്നത് കേൾക്കുക. കേട്ടിട്ട് ദൈവവചനത്തിൽ വന്ന് നോക്കണം, ആ വചനം ഇവിടിനകത്തുണ്ടോ, ആ ദൈവദാസൻ പറഞ്ഞത് വചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചനയിൽ കുടുങ്ങിപ്പോവും. ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് വിശുദ്ധിയിൽ നിന്ന്, വേർപാടിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് അനേകർ കെട്ടടഞ്ഞു പോയ ഒരു പോർക്കളമാണ്. പിശാച് അവരെ നോക്കി ചിരിക്കുമ്പോൾ, എൻ്റെ വീഴ്ച കണ്ട് ചിരിക്കാൻ അവൻ കാത്തു നിൽക്കുമ്പോൾ വീണു പോകരുത്. ആത്മീയ വഞ്ചനയിൽ കുരുങ്ങിപ്പോകരുത്. ഒരിക്കൽ ആത്മീയ വഞ്ചനയിൽ കുരുങ്ങിയ കയറി വരാൻ പ്രയാസമാണ്. കണ്ണുകളെ മൂടാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയനെ, എൻ്റെ ഈ വചനങ്ങൾ, ഞങ്ങളുടെ ഈ വചനങ്ങൾ, സ്വർഗീയ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവെ നിത്യതയിൽ നിന്നും അകന്നു പോകരുത്. കർത്താവെ, ആരെങ്കിലും ഈ വചനം കേട്ട് മനസ്സ് മടിച്ച് കഠിനപ്പെട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക, അവരുടെ മനസ്സ് തുറക്കട്ടെ പച്ച. അവർ കർത്താവെ അനേകരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയിട്ടുള്ളവർ, ആത്മീയ അപക്വത കണ്ട് മനസ്സ് മുരടിച്ചു പോയവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടി അവരെ ബലപ്പെടുത്തട്ടെ കർത്താവെ. ക്രിസ്തുവിൽ അവർ വളരട്ടെ കർത്താവെ. ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗം കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ആത്മീയമായ ജീവിതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഇനി ഒരിക്കലും ആത്മീയ വഞ്ചനയിൽ കുരുങ്ങിപ്പോകാതെ ഓരോ കാര്യങ്ങളും ദൈവവചനപ്രകാരം ജീവിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. സാഹചര്യങ്ങൾ, വചനം തെറ്റിക്കേണ്ട സാഹചര്യങ്ങൾ വരും, അതിനുള്ള അനുഭവങ്ങൾ വരും. പക്ഷെ നമ്മുടെ ലക്ഷ്യം, അടിസ്ഥാനം ദൈവവചനമായിരിക്കണം. ഓക്കെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ക്രിസ്തീയ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ ധൈര്യമായി ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിലരെയും കൂടെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.